അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ മഹാന്മാരായ ഔലിയാക്കന്മാർ ഒരുപാട് മഹാന്മാരാണ് ഇവിടെ മറവട്ടെടുക്കുന്നത്. ഈ കണമ്പൂർ പറഞ്ഞ സ്ഥലത്ത് മുത്തിൻകൊപ്പന്ന് കുറച്ച് അടുത്തായ ഒരു 2 കിലോമീറ്റർ ഒരു ഉള്ളിലേക്കായിട്ട് വരണം. ആ സ്ഥലത്താണ് മഹാന്മാരായ ഔലിയാക്കന്മാർ മറവട്ടെടുക്കുന്നത്. വെള്ളം നിറഞ്ഞിട്ട് മഴക്കാലത്തൊന്നും ഈ ഭാഗത്തൊന്നും വരാൻ പറ്റില്ല. മഴക്കാലത്തൊന്നും ഈ ഭാഗത്തൊന്നും വരാൻ പറ്റില്ല. എന്താ പറയുക, ഫുള്ള് വെള്ളമാണ് എല്ലാ സ്ഥലത്തും. മുള്ളുംപാട്ടിലൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ മഹാന്മാരാണ് ഇങ്ങനെ മറവട്ടെടുക്കുന്നത്. സയ്യദ്മാരായ ഒരുപാട് മഹാന്മാരുണ്ട് ഇവിടെ. ഒരുപാട് മഹാന്മാരും സയ്യദായ വലിയാക്കന്മാരൊക്കെ മറവട്ടെടുക്കുകയാണ് ഈ സ്ഥലത്ത്. ഇൻഷാ അല്ലാഹ് വന്നത് നല്ലൊരു ഭംഗിയാണ്. അള്ളാഹു എല്ലാ ഖൈറിൻ്റെ പാതകളാക്കി തരട്ടെ. എല്ലാ മഹാന്മാരായ ഔലിയാക്കന്മാരെ പൊരുത്തത്തിലായി മഹബത്തിലായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യദായ മറവട്ടെടുക്കുന്ന മഹാന്മാർ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തിലൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് മഹാന്മാരാണ് ഇവിടെ മറവട്ടെടുക്കുന്നതും. പിന്നെ വെള്ളം നിറഞ്ഞ വെള്ളമാണ് ഈ ഭാഗത്തൊക്കെ. ഈ ശരാവതി നദി, നേത്രാവതി നദി അങ്ങനെ ഒരു പുഴയായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഫുള്ള് ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ഇവിടെ മഹാന്മാരായ വലിയക്കന്മാരങ്ങനെ മറവട്ടെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്ത് വന്നത് നല്ലതായി. ഇങ്ങനെ വരുന്ന സ്ഥലം എന്താ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ട് റോഡ്. ഈ റോഡൊന്നും അവിടെ കാണുന്നില്ല. അത് ഫുള്ള് വെള്ളം നിറഞ്ഞു. ഈ സ്ഥലമൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞാണ്. ഇപ്പം മഴക്കാലം കുറഞ്ഞതിൻ്റെ ശേഷം വെള്ളം ഇപ്പോൾ കുറഞ്ഞു വീണം. അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടും പിടിച്ചുകൊണ്ടുണ്ട്. അൽഹംദുലില്ലാ ഇവിടെ കാണാനും ഒരു ഭംഗിയും. അൽഹംദുലില്ലാ എല്ലാ ഖൈറിൻ്റെ വഴികളാണ്. അള്ളാഹു എല്ലാ ഈ മഹാന്മാരായ ഔലിയാക്കന്മാരെ പൊരുത്തം മുഹബത്തും നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതാ അവിടെ കാണുന്നില്ല, ഇതാ അവിടെ ഒക്കെ വണ്ടി കാണില്ല. ഇങ്ങനെ അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരണം. ആ ഭാഗത്തൊക്കെ ആദ്യം ഫുള്ള് വെള്ളമുണ്ട്. ഇവിടെ വേറെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഫുള്ള് ഇപ്പോൾ കുറഞ്ഞതാണ്. അവിടെ ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട്. തടസ്സാതടുംകട്ട, ഈ ഭദ്രാവതി, ശിവമോഗ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നു. എങ്ങനെ പറഞ്ഞാൽ ഈ മുത്തിൻകൊപ്പം ഇവിടുന്ന് വരുന്ന ഈ ഭാഗത്ത് എന്നാർപ്പുറം നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ മുത്തിൻകൊപ്പം വന്നിട്ട് അവിടുന്ന് കണമ്പൂർ പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്ന് ഉള്ളിലേക്ക് വരണം. ആ ഭാഗത്താണ് ഇവിടെ ഉള്ളത്.